തിയോഡലൈറ്റ് വെച്ചിട്ടുള്ള അടുത്തൊരു യൂസാണ് മെഷർമെൻറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഡിഫ്ലക്ഷൻ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്ന് നമുക്ക് നോക്കണം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് ആംഗിൾസ് ആയിരുന്നു. ഹൊറിസോണ്ടൽ ആംഗിൾസ് ഒക്കെ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് ആംഗിൾസ് ആയിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ആംഗിൾ എന്താണെന്നും അതുപോലെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഡയറക്റ്റ് ആംഗിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ലൈൻ എടുക്കുകയാണ്. ഇപ്പോൾ പി ക്യു ആൻഡ് ക്യു ആർ എന്ന രണ്ട് ലൈൻ എടുക്കുകയാണെങ്കിൽ പി ക്യു ഒരു പ്രിസീഡിങ് ലൈനാണ്, അതായത് ഒരു പ്രീവിയസ് ലൈനും ക്യു ആർ എന്നതൊരു നെക്സ്റ്റ് ലൈൻ, അതായത് ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള അടുത്ത് വരാനുള്ള ലൈനും ആണെങ്കിൽ ഈ രണ്ട് ലൈനുകൾ തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രിസീഡിങ് ലൈനും ഒരു ഫോളോയിങ് ലൈനും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ, അതായത് പ്രിസീഡിങ് ലൈനായിട്ടുള്ള പി ക്യൂവും ഫോളോയിങ് ലൈനായിട്ടുള്ള ക്യു ആറും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു ആംഗിളിനെയാണ് ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനിയൊരു ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ, ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് വെച്ചാൽ ഒരു ലൈനിൻ്റെ ഒരു ഫോളോയിങ് ലൈനിൻ്റെ ഒരു ആംഗിളാണ്, അതായത് ഫോളോയിങ് ലൈനായിട്ടുള്ള ക്യു ആറിൻ്റെ ഒരു ആംഗിളാണ്. ഏതുമായിട്ട് ഇവിടുത്തെ പ്രിസീഡിങ് ലൈൻ പി ക്യു എന്ന ലൈന് നമ്മൾ പ്രൊലോങ്ങേറ്റ് ചെയ്യാണ്. പി ക്യു എന്ന ലൈൻ ഞാൻ പ്രൊലോങ്ങേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു അല്ലേ. ഈ നീല ലൈനായിട്ട് ഞാൻ വരച്ചിട്ടുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് പി ക്യുവിൻ്റെ പ്രൊലോങ്ങേഷനാണ്, പ്രൊലോങ്ങേറ്റ് ചെയ്താണ്. അപ്പോൾ ഈ പ്രൊലോങ്ങേറ്റ് ചെയ്ത ഈ ഒരു ലൈനിൽ നിന്നും ഫോളോയിങ് ലൈൻ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഈ പ്രൊലോങ്ങേറ്റ് ചെയ്ത പ്രിസൈഡിങ് ലൈനിനെ പ്രൊലോങ്ങേറ്റ് ചെയ്തപ്പോൾ ആ പ്രൊലോങ്ങേറ്റ് ചെയ്ത ലൈനിൽ നിന്നും ഈ ക്യു ആർ എന്ന ലൈൻ, അതായത് ഫോളോയിങ് ലൈന് എത്രത്തോളം ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്, ആ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ വാല്യൂ സാധാരണ 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ ഒരു ഡിഫ്ലക്ഷൻ ലൈൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് വെച്ച് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു തിയോഡലൈറ്റ് വെച്ച് ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് പി ക്യു ആൻഡ് ക്യു ആർ എന്ന ഈ ലൈനിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിളാണ് ഞാൻ എടുക്കുന്നത്. അതായത് ബ്ലൂ കളറിലുള്ള ഈ ഒരു ആംഗിളാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് ക്യു എന്ന പോയിന്റിലായിരിക്കും. ക്യു എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്യൂവിൽ നിന്നും പിയിലേക്ക് സൈറ്റ് ചെയ്യുന്നു. ക്യൂവിൽ നിന്നും പിയിലേക്ക് സൈറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ക്ലാമ്പിംഗ് സ്ക്രൂവിലും ടൈറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ടെലസ്കോപ്പ് എന്താ ചെയ്യുന്നത്, ട്രാൻസിറ്റ് ചെയ്യുന്നു. ടെലസ്കോപ്പ് നേരെ ട്രാൻസിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് 0 സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിയിലേക്ക് നോക്കിയിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസിറ്റ് ചെയ്തിട്ട് നമ്മൾ ടെലസ്കോപ്പ് ബാക്കിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എന്ത് ചെയ്തു, പ്രൊലോങ്ങേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രൊലോങ്ങേറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടാണ് ടെലസ്കോപ്പ് നിൽക്കുന്നത്. ദെൻ നമ്മുടെ അപ്പർ ക്ലാമ്പിൽ ലൂസൻ ചെയ്തിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യു ആറിലേക്ക് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആംഗിൾ കിട്ടും, ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ കിട്ടുന്നതാണ്. അതായത് പിയിൽ നിന്ന് നോക്കി ടെലസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്തു. ഇപ്പോൾ ഇങ്ങോട്ട് നിൽക്കുന്ന ടെലസ്കോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്നും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ആറിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ ഈ ഒരു ആംഗിളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിളായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് വെച്ചിട്ട് ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊലോങ്ങേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്ലഞ്ചിങ് ചെയ്ത് നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ നിന്ന് ആറിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ് ലെഫ്റ്റും ഫേസ് റൈറ്റും ഒബ്സർവേഷൻസും എടുക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ഒബ്സർവേഷൻസ് എടുത്ത് അതിൻ്റെ മീൻ ആയിട്ടുള്ളൊരു വാല്യൂ, അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ രണ്ട് ഒബ്സർവേഷൻസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കാൻ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിറ്റിംഗ് തിയോഡലൈറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാരണം പ്ലഞ്ചിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി തിയോഡലൈറ്റ് വെച്ചുള്ള അടുത്തൊരു യൂസ് നോക്കാം. പ്രൊലോങ്ങിങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ പ്രൊലോങ് ചെയ്യാം, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ലെങ്ത്ത് കൂട്ടണം.
അപ്പോൾ ആ ഒരു ലെങ്ത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു തിയോറൈറ്റ് വെച്ച് എങ്ങനെ നമുക്ക് ആ ഒരു ലൈൻ നമുക്ക് പ്രൊലോങ് ചെയ്യാം, അതാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നോക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനെ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിലൊന്നാണ് ഫോർസൈറ്റ് മെത്തേഡ്, അതേപോലെ ബാക്ക് സൈറ്റ് മെത്തേഡുണ്ട്, ഡബിൾ റിവേഴ്സിങ് മെത്തേഡും ഉണ്ട്. ഇനി ഒരു ഫോർസൈറ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫോർസൈറ്റ് മെത്തേഡിൽ നമുക്ക് ഇപ്പോൾ ഫിഗറിൽ തന്ന പോലെ എ ബി എന്നൊരു ലൈൻ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ എ ബി എന്ന ലൈനിനെ നമുക്ക് പ്രൊലോങ് ചെയ്യണം, നീളം കൂട്ടണം. ഓക്കെ, എ ബി എന്നൊരു ലൈന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ഒരു ലൈനിനെ നമുക്ക് നീളം കൂട്ടി അതിനെ പ്രൊലോങ്ങേറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ആദ്യം എ എന്ന പോയിന്റിൽ സെറ്റ് ചെയ്യുന്നു, ലെവൽ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള റേഞ്ചിങ് റോഡിലേക്ക് സൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അങ്ങനെ നമ്മൾ സൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനായിരിക്കും നമുക്ക് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് പോകുന്നത്. അപ്പോൾ ബി എന്ന പോയിന്റിലൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയിൻ സർവേയിൽ ചെയ്യുന്ന പോലെ, റേഞ്ചിങ് ചെയ്യുന്ന പോലെ സി എന്നൊരു പോയിന്റിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ സി എന്ന പോയിന്റിൽ നമുക്ക് ഒരു റേഞ്ചിങ് റോഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു റേഞ്ച് റോഡ് ഫിക്സ് ചെയ്യും. അപ്പോൾ സി എന്നൊരു പോയിന്റ് നമുക്ക് ലഭിക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റിനെ ഈ എ എന്ന പോയിന്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ബി എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. ബി എന്ന പോയിന്റിൽ വെച്ചിട്ട് അവിടുന്ന് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ലെവലിങ്ങും അതുപോലെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പോൾ സി എന്ന പോയിന്റിൽ ഇപ്പോൾ ഒരു റേഞ്ചിങ് റോഡ് ഉണ്ട് അല്ലേ. ബിയിൽ നിന്നും സിയിലേക്ക് നമ്മൾ സി എന്ന റേഞ്ചിങ് റോഡിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ലൈൻ ഓഫ് സൈറ്റ് കിട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ഒരു ലൈൻ ഓഫ് സൈറ്റിൽ ഡി എന്ന പോയിന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. ഡി എന്ന പോയിന്റിൽ നമ്മളൊരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ലെങ്ത്തിൽ നമുക്ക് ആ ലൈനിനെ പ്രൊലോങ്ങേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഫോർസൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർസൈറ്റ് മെത്തേഡ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. ഇനി പ്രൊലോങ്ങിങ് ഓഫ് ദ ലൈനിൽ അടുത്തൊരു മെത്തേഡ് ബാക്ക് സൈറ്റ് മെത്തേഡാണ്. ബാക്ക് സൈറ്റ് മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തത് എയിൽ വെച്ചായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഈ ഒരു ബാക്ക് സൈഡ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ആദ്യം സെറ്റ് ചെയ്യുന്നത് ബി എന്ന പോയിന്റിലാണ്. ബി എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ബി എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് എ എന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. ബി എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തു. എന്നിട്ട് എ എന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. എ എന്ന പോയിന്റിലെ റേഞ്ച് റോഡിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാമ്പിംഗ് സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലാമ്പിംഗ് സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്തു. ഇപ്പോൾ എ ബി ലൈനിലാണ് ഇപ്പോൾ ടെലസ്കോപ്പ് നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ബി എന്ന പോയിന്റിലുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെലസ്കോപ്പ് പ്ലഞ്ച് ചെയ്യുന്നു, ട്രാൻസിറ്റ് ചെയ്യുന്നു, നേരെ ബാക്കിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടെലസ്കോപ്പ്, ഇങ്ങോട്ട് നിൽക്കുന്ന ടെലസ്കോപ്പ് നേരെ ട്രാൻസിറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് നോക്കുന്നു, ബാക്കിലേക്ക് സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ആ ലൈൻ ഓഫ് സൈറ്റ് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ലൈനിൽ സി എന്നൊരു പോയിന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഡിസ്റ്റൻസിൽ സി എന്നൊരു പോയിന്റിനെ അവിടെ റേഞ്ചിലോട് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് സി എന്ന പോയിന്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ബിയിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റ് നേരെ ഷിഫ്റ്റ് ചെയ്യുന്നു, സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ സിയിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റിന് ടെലസ്കോപ്പ് ബിയിലെ റേഞ്ച് റോഡിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ എല്ലാ ക്ലാമ്പുകളും ടൈറ്റ് ചെയ്തിട്ട് ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്നു, നേരെ പ്ലഞ്ച് ചെയ്യുന്നു, റിവേഴ്സിങ് ചെയ്യുന്നു, പ്ലഞ്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് നേരെ ബാക്കിലേക്ക് പോയി. എന്നിട്ട് ആ ലൈൻ ഓഫ് സൈറ്റിൽ നമ്മൾ ഡി എന്ന പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ ബാക്ക് സൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് സൈറ്റ് മെത്തേഡിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് വല്ല എറേഴ്സും ഉണ്ടെങ്കിൽ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ എറേഴ്സ് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്രാൻസിറ്റ് ചെയ്ത് നമ്മൾ പ്രൊലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ചെരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സി എന്ന പോയിന്റ് C1 ആയിട്ട് മാറും. പിന്നെ ഇവിടുന്ന് ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങോട്ട് ചെരിഞ്ഞ് D1 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ കിട്ടാതെ ചരിഞ്ഞ ലൈനായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ കുറച്ച് നേരത്തെ പറഞ്ഞ ഫോർ സൈറ്റിനേക്കാൾ കുറച്ച് ആക്യുറസി കുറഞ്ഞൊരു മെത്തേഡാണ് ബാക്ക് സൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു
ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു എററിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡബിൾ റിവേഴ്സിങ് മെത്തേഡ്. ഡബിൾ റിവേഴ്സിങ് മെത്തേഡിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റിൽ എറേഴ്സും ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ഫേസിലും, അതായത് ഫേസ് റൈറ്റിലും ഫേസ് ലെഫ്റ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും ലൈന് പോകുന്നുണ്ടായിരിക്കും, അതേപോലെ ഫേസ് ലെഫ്റ്റ് എടുത്താൽ ഇതേപോലെ ഇങ്ങോട്ടും ലൈന് പോകുന്നുണ്ടാവും. C2, D2, E2 എന്നിങ്ങനെ പോകുന്നുണ്ടായിരിക്കും അല്ലേ, E1. അപ്പോൾ രണ്ട് ഫേസിൽ നമുക്ക് ഒബ്സർവേഷൻസ് എടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ രണ്ട് ചരിഞ്ഞ ലൈൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് പോകുന്നതുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, C1, C2 എന്ന ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും C എന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ C എന്ന പോയിന്റ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. C1, C2 നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് C എന്ന പോയിന്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ D1, D2 എന്ന പോയിന്റ്, രണ്ട് പോയിന്റിൻ്റെ ഇടയ്ക്ക് സെൻട്രലായിട്ടായിരിക്കും D എന്ന പോയിന്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ എറർ ഉണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റിൽ എറർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി അഥവാ ഇൻസ്ട്രുമെൻറ്റിൽ എറേഴ്സ് ഇല്ല എങ്കിൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ നമുക്ക് നേരിട്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ എറേഴ്സ് സംഭവിക്കുമ്പോഴാണ്, അഡ്ജസ്റ്റ്മെൻറ്റിൽ എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡബിൾ റിവേഴ്സിങ് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈനെ പ്രൊലോങ്ങേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തിയോഡലൈറ്റ് വെച്ച് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും എടുക്കുന്നത് നിങ്ങൾ പഠിച്ചു. ഇനി തിയോഡലൈറ്റിൻ്റെ വേറൊരു യൂസാണ് മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുക. ഒരു തിയോഡലൈറ്റ് വെച്ച് നമുക്ക് ഒരു ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ബിയറിംഗ്? നമ്മൾ കോമ്പസ് സർവേയിൽ പഠിച്ചിട്ടുള്ളതാണ്. ബിയറിംഗ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് മെറീഡിയനിൽ നിന്ന് എടുക്കുന്ന ആംഗിളിനെയാണ്, ഒരു ലൈനിലേക്ക് എടുക്കുന്ന ഒരു ആംഗിളിനെയാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നോർത്ത് ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നോർത്ത് മെറീഡിയൻ ഉണ്ട്. ആ ഒരു മെറീഡിയനിൽ നിന്നും ഒരു ലൈൻ PQ എന്നൊരു ലൈനിൻ്റെ ബിയറിംഗ് നമുക്ക് എടുക്കണം. അപ്പോൾ തിയോഡലൈറ്റ് വെച്ച് എങ്ങനെയാണ് ഒരു ബിയറിംഗ് നമുക്ക് എടുക്കുന്നതെന്നാണ്, ഒരു ലൈനിൻ്റെ ബിയറിംഗ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ PQ എന്ന ലൈനിൻ്റെ ബിയറിംഗ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയോഡലൈറ്റിൻ്റെ കൂടെ എന്ത് ഉണ്ടായിരിക്കണം, ഒരു കോമ്പസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു കോമ്പസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു തിയോഡലൈറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു കോമ്പസിൻ്റെ നീഡിൽ നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നോർത്ത് ഡയറക്ഷൻ കാണിക്കുന്നതാണ്. ആ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെലസ്കോപ്പിനെ 0, 0 സെറ്റ് ചെയ്ത ശേഷം ഇൻസ്ട്രുമെൻറ്റ് ഹൊറിസോണ്ടൽ ആംഗിൾ 0, 0 സെറ്റ് ചെയ്ത് ടെലസ്കോപ്പ് എന്ത് ചെയ്യാം, ആ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് സെറ്റ് ചെയ്യാം. അതായത് നോർത്ത് ഡയറക്ഷൻ കാണിക്കുന്ന ഡയറക്ഷൻ, ആ ഒരു നമ്മുടെ കോമ്പസ് കാണിക്കുന്ന നോർത്ത് ഡയറക്ഷനിലേക്ക് 0, 0 സെറ്റ് ചെയ്ത ശേഷം ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്നു, നോർത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നമുക്ക് ക്ലാമ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ അപ്പർ ക്ലാമ്പ് ലോവർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് നോർത്ത് ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന ആ പൊസിഷനിൽ നിന്നും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, Q എന്ന പോയിന്റിലേക്ക് നോക്കുക. ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എവിടെ നിൽക്കുന്നത്, P എന്ന പോയിന്റിലാണ് ഇൻസ്ട്രുമെൻറ്റ് നിൽക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത് P എന്ന പോയിന്റിലാണ്. അപ്പോൾ P എന്ന പോയിന്റിൽ നിന്ന് നോർത്ത് ഡയറക്ഷനിലേക്ക് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, 0 സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് എങ്ങോട്ട് ഒബ്സർവ് ചെയ്യുകയാണ്, Q എന്ന പോയിന്റിലേക്ക് ഒബ്സർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഏത് ആംഗിൾ കിട്ടും, ഇവിടെ ഇങ്ങനൊരു ആംഗിൾ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ NPQ എന്ന ഈ ഒരു ആംഗിളാണ് കിട്ടുന്നത് അല്ലേ. അത് ഏത് ആംഗിളാണ്, നോർത്ത് ഡയറക്ഷനിൽ നിന്നും PQൻ്റെ ഒരു ബിയറിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആംഗിൾ ആയിരിക്കും ആ ലൈനിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബിയറിംഗ് എടുക്കണമെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ, ആ ഒരു തിയോഡലൈറ്റിൻ്റെ കൂടെ ഒരു കോമ്പസും കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ കോമ്പസിൻ്റെ നീഡിൽ കാണിക്കുന്ന ഡയറക്ഷനിലേക്കാണ് നമ്മൾ ടെലസ്കോപ്പ് ആദ്യം 0, 0 സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ലൈനിൻ്റെ ബിയറിംഗ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്.
തിയോഡലൈറ്റ് വെച്ചിട്ടുള്ള അടുത്തൊരു യൂസാണ് മെഷർമെൻറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഡിഫ്ലക്ഷൻ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്ന് നമുക്ക് നോക്കണം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് ആംഗിൾസ് ആയിരുന്നു, ഹൊറിസോണ്ടൽ ആംഗിൾസ് ഒക്കെ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് ആംഗിൾസ് ആയിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ആംഗിൾ എന്താണെന്നും അതുപോലെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഡയറക്റ്റ് ആംഗിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ലൈൻ എടുക്കുകയാണ്. ഇപ്പോൾ പി ക്യു ആൻഡ് ക്യു ആർ എന്ന രണ്ട് ലൈൻ എടുക്കുകയാണെങ്കിൽ പി ക്യു ഒരു പ്രിസീഡിങ് ലൈനാണ്, അതായത് ഒരു പ്രീവിയസ് ലൈനും ക്യു ആർ എന്നതൊരു നെക്സ്റ്റ് ലൈൻ, അതായത് ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള അടുത്ത് വരാനുള്ള ലൈനും ആണെങ്കിൽ ഈ രണ്ട് ലൈനുകൾ തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രിസീഡിങ് ലൈനും ഒരു ഫോളോയിങ് ലൈനും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ, അതായത് പ്രിസീഡിങ് ലൈനായിട്ടുള്ള പി ക്യൂവും ഫോളോയിങ് ലൈനായിട്ടുള്ള ക്യു ആറും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു ആംഗിളിനെയാണ് ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനിയൊരു ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ, ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് വെച്ചാൽ ഒരു ലൈനിൻ്റെ ഒരു ഫോളോയിങ് ലൈനിൻ്റെ ഒരു ആംഗിളാണ്, അതായത് ഫോളോയിങ് ലൈനായിട്ടുള്ള ക്യു ആറിൻ്റെ ഒരു ആംഗിളാണ്. ഏതുമായിട്ട്? ഇവിടുത്തെ പ്രിസീഡിങ് ലൈൻ പി ക്യു എന്ന ലൈന് നമ്മൾ പ്രൊലോങ്ങേറ്റ് ചെയ്യാണ്. പി ക്യു എന്ന ലൈൻ ഞാൻ പ്രൊലോങ്ങേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു അല്ലേ. ഈ നീല ലൈനായിട്ട് ഞാൻ വരച്ചിട്ടുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് പി ക്യുവിൻ്റെ പ്രൊലോങ്ങേഷനാണ്, പ്രൊലോങ്ങേറ്റ് ചെയ്താണ്. അപ്പോൾ ഈ പ്രൊലോങ്ങേറ്റ് ചെയ്ത ഈ ഒരു ലൈനിൽ നിന്നും ഫോളോയിങ് ലൈൻ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഈ പ്രൊലോങ്ങേറ്റ് ചെയ്ത പ്രിസൈഡിങ് ലൈനിനെ പ്രൊലോങ്ങേറ്റ് ചെയ്തപ്പോൾ ആ പ്രൊലോങ്ങേറ്റ് ചെയ്ത ലൈനിൽ നിന്നും ഈ ക്യു ആർ എന്ന ലൈൻ, അതായത് ഫോളോയിങ് ലൈന് എത്രത്തോളം ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്, ആ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ വാല്യൂ സാധാരണ 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ ഒരു ഡിഫ്ലക്ഷൻ ലൈൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് വെച്ച് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു തിയോഡലൈറ്റ് വെച്ച് ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് പി ക്യു ആൻഡ് ക്യു ആർ എന്ന ഈ ലൈനിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിളാണ് ഞാൻ എടുക്കുന്നത്, അതായത് ബ്ലൂ കളറിലുള്ള ഈ ഒരു ആംഗിളാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് ക്യു എന്ന പോയിന്റിലായിരിക്കും. ക്യു എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്യൂവിൽ നിന്നും പിയിലേക്ക് സൈറ്റ് ചെയ്യുന്നു. ക്യൂവിൽ നിന്നും പിയിലേക്ക് സൈറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ക്ലാമ്പിംഗ് സ്ക്രൂവിലും ടൈറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ടെലസ്കോപ്പ് എന്താ ചെയ്യുന്നത്? ട്രാൻസിറ്റ് ചെയ്യുന്നു. ടെലസ്കോപ്പ് നേരെ ട്രാൻസിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് 0 സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിയിലേക്ക് നോക്കിയിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസിറ്റ് ചെയ്തിട്ട് നമ്മൾ ടെലസ്കോപ്പ് ബാക്കിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എന്ത് ചെയ്തു? പ്രൊലോങ്ങേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രൊലോങ്ങേറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടാണ് ടെലസ്കോപ്പ് നിൽക്കുന്നത്. ദെൻ നമ്മുടെ അപ്പർ ക്ലാമ്പിൽ ലൂസൻ ചെയ്തിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറിലേക്ക് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആംഗിൾ കിട്ടും? ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ കിട്ടുന്നതാണ്. അതായത് പിയിൽ നിന്ന് നോക്കി ടെലസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്തു. ഇപ്പോൾ ഇങ്ങോട്ട് നിൽക്കുന്ന ടെലസ്കോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്നും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ആറിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ ഈ ഒരു ആംഗിൾ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിളായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് വെച്ചിട്ട് ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊലോങ്ങേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്ലഞ്ചിങ് ചെയ്ത് നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ നിന്ന് ആറിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒബ്സർവേഷൻസും എടുക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ഒബ്സർവേഷൻസ് എടുത്ത് അതിൻ്റെ മീൻ ആയിട്ടുള്ളൊരു വാല്യൂ, അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ രണ്ട് ഒബ്സർവേഷൻസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കാൻ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിറ്റിംഗ് തിയോഡലൈറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാരണം പ്ലഞ്ചിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി തിയോഡലൈറ്റ് വെച്ചുള്ള അടുത്തൊരു യൂസ് നോക്കാം. പ്രൊലോങ്ങിങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ പ്രൊലോങ് ചെയ്യാം? നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ലെങ്ത്ത് കൂട്ടണം.
അപ്പോൾ ആ ഒരു ലെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തിയോറലൈറ്റ് വെച്ച് എങ്ങനെ നമുക്ക് ആ ഒരു ലൈൻ നമുക്ക് പ്രൊലോങ് ചെയ്യാം, അതാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നോക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനെ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിലൊന്നാണ് ഫോർസൈറ്റ് മെത്തേഡ്, അതേപോലെ ബാക്ക് സൈറ്റ് മെത്തേഡും ഉണ്ട്, ഡബിൾ റിവേഴ്സിങ് മെത്തേഡും ഉണ്ട്. ഇനി ഒരു ഫോർസൈറ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫോർസൈറ്റ് മെത്തേഡിൽ നമുക്ക് ഇപ്പോൾ ഫിഗർ തന്ന പോലെ എ ബി എന്നൊരു ലൈൻ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ എ ബി എന്ന ലൈനിനെ നമുക്ക് പ്രൊലോങ് ചെയ്യണം, നീളം കൂട്ടണം. ഓക്കെ, എ ബി എന്നൊരു ലൈന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ഒരു ലൈനിനെ നമുക്ക് നീളം കൂട്ടി അതിനെ പ്രൊലോങ്ങേറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ആദ്യം എ എന്ന പോയിന്റിൽ സെറ്റ് ചെയ്യുന്നു, ലെവൽ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള റേഞ്ചിങ് റോഡിലേക്ക് സൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അങ്ങനെ നമ്മൾ സൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനായിരിക്കും നമുക്ക് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് പോകുന്നത്. അപ്പോൾ ബി എന്ന പോയിന്റിലൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയിൻ സർവേയിൽ ചെയ്യുന്ന പോലെ, റേഞ്ചിങ് ചെയ്യുന്ന പോലെ സി എന്നൊരു പോയിന്റിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ സി എന്ന പോയിന്റിൽ നമുക്ക് ഒരു റേഞ്ചിങ് റോഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു റേഞ്ച് റോഡ് ഫിക്സ് ചെയ്യും. അപ്പോൾ സി എന്നൊരു പോയിന്റ് നമുക്ക് ലഭിക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റിനെ ഈ എ എന്ന പോയിന്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ബി എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. ബി എന്ന പോയിന്റിൽ വെച്ചിട്ട് അവിടുന്ന് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ലെവലിങ്ങും അതുപോലെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പോൾ സി എന്ന പോയിന്റിൽ ഇപ്പോൾ ഒരു റേഞ്ചിങ് റോഡ് ഉണ്ട് അല്ലേ. ബിയിൽ നിന്നും സിയിലേക്ക് നമ്മൾ സി എന്ന റേഞ്ചിങ് റോഡിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ലൈൻ ഓഫ് സൈറ്റ് കിട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ഒരു ലൈൻ ഓഫ് സൈറ്റിൽ ഡി എന്ന പോയിന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. ഡി എന്ന പോയിന്റിൽ നമ്മളൊരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ലെങ്ത്തിൽ നമുക്ക് ആ ലൈനിനെ പ്രൊലോങ്ങേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഫോർസൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർസൈറ്റ് മെത്തേഡ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. ഇനി പ്രൊലോങ്ങിങ് ഓഫ് ദ ലൈനിൽ അടുത്തൊരു മെത്തേഡ് ബാക്ക് സൈറ്റ് മെത്തേഡാണ്. ബാക്ക് സൈറ്റ് മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തത് എയിലായിരുന്നു, എയിൽ വെച്ചായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഈ ഒരു ബാക്ക് സൈഡ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ആദ്യം സെറ്റ് ചെയ്യുന്നത് ബി എന്ന പോയിന്റിലാണ്. ബി എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ബി എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് എ എന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. ബി എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തു. എന്നിട്ട് എ എന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. എ എന്ന പോയിന്റിലെ റേഞ്ച് റോഡിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാമ്പിംഗ് സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലാമ്പിംഗ് സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്തു. ഇപ്പോൾ എ ബി ലൈനിലാണ് ഇപ്പോൾ ടെലസ്കോപ്പ് നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ബി എന്ന പോയിന്റിലുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെലസ്കോപ്പ് പ്ലഞ്ച് ചെയ്യുന്നു, ട്രാൻസിറ്റ് ചെയ്യുന്നു, നേരെ ബാക്കിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടെലസ്കോപ്പ്, ഇങ്ങോട്ട് നിൽക്കുന്ന ടെലസ്കോപ്പ് നേരെ ട്രാൻസിറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് നോക്കുന്നു, ബാക്കിലേക്ക് സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ആ ലൈൻ ഓഫ് സൈറ്റ് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ലൈനിൽ സി എന്നൊരു പോയിന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഡിസ്റ്റൻസിൽ സി എന്നൊരു പോയിന്റിനെ അവിടെ റേഞ്ചിലോട് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് സി എന്ന പോയിന്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ബിയിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റ് നേരെ ഷിഫ്റ്റ് ചെയ്യുന്നു, സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ സിയിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റിന് ടെലസ്കോപ്പ് ബിയിലെ റേഞ്ച് റോഡിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ എല്ലാ ക്ലാമ്പുകളും ടൈറ്റ് ചെയ്തിട്ട് ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്നു, നേരെ പ്ലഞ്ച് ചെയ്യുന്നു, റിവേഴ്സിങ് ചെയ്യുന്നു, പ്ലഞ്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് നേരെ ബാക്കിലേക്ക് പോയി. എന്നിട്ട് ആ ലൈൻ ഓഫ് സൈറ്റിൽ നമ്മൾ ഡി എന്ന പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ ബാക്ക് സൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് സൈറ്റ് മെത്തേഡിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റിന് വല്ല എറേഴ്സും ഉണ്ടെങ്കിൽ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ എറേഴ്സ് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്രാൻസിറ്റ് ചെയ്ത് നമ്മൾ പ്രൊലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സി എന്ന പോയിന്റ് C1 ആയിട്ട് മാറും. പിന്നെ ഇവിടുന്ന് ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങോട്ട് ചെരിഞ്ഞ് D1 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ കിട്ടാതെ ചരിഞ്ഞ ലൈനായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ ഫോർ സൈറ്റിനേക്കാൾ കുറച്ച് ആക്യുറസി കുറഞ്ഞൊരു മെത്തേഡാണ് ബാക്ക് സൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു
ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു എററിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡബിൾ റിവേഴ്സിങ് മെത്തേഡ്. ഡബിൾ റിവേഴ്സിങ് മെത്തേഡിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിലെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റിൽ എറേഴ്സും ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ രണ്ട് ഫേസിലും, അതായത് ഫേസ് റൈറ്റിലും ഫേസ് ലെഫ്റ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും ലൈന് പോകുന്നുണ്ടായിരിക്കും, അതേപോലെ ഫേസ് ലെഫ്റ്റ് എടുത്താൽ ഇതേപോലെ ഇങ്ങോട്ടും ലൈന് പോകുന്നുണ്ടാവും. C2, D2, E2 എന്നിങ്ങനെ പോകുന്നുണ്ടായിരിക്കും അല്ലേ, E1. അപ്പോൾ രണ്ട് ഫേസിൽ നമുക്ക് ഒബ്സർവേഷൻസ് എടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ രണ്ട് ചരിഞ്ഞ ലൈൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് പോകുന്നതുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, C1, C2 എന്ന ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും C എന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ C എന്ന പോയിന്റ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. C1, C2 നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് C എന്ന പോയിന്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ D1, D2 എന്ന പോയിന്റ്, രണ്ട് പോയിന്റിൻ്റെ ഇടയ്ക്ക് സെൻട്രലായിട്ടായിരിക്കും D എന്ന പോയിന്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ എറർ ഉണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റിൽ എറർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി അഥവാ ഇൻസ്ട്രുമെൻറ്റിൽ എറേഴ്സ് ഇല്ല എങ്കിൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ നമുക്ക് നേരിട്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ എറേഴ്സ് സംഭവിക്കുമ്പോഴാണ്, അഡ്ജസ്റ്റ്മെൻറ്റിൽ എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡബിൾ റിവേഴ്സിങ് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈനെ പ്രൊലോങ്ങേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തിയോഡലൈറ്റ് വെച്ച് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും എടുക്കുന്നത് നിങ്ങൾ പഠിച്ചു. ഇനി തിയോഡലൈറ്റിൻ്റെ വേറൊരു യൂസാണ് മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുക. ഒരു തിയോഡലൈറ്റ് വെച്ച് നമുക്ക് ഒരു ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ബിയറിംഗ്? നമ്മൾ കോമ്പസ് സർവേയിൽ പഠിച്ചിട്ടുള്ളതാണ്. ബിയറിംഗ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് മെറീഡിയനിൽ നിന്ന് എടുക്കുന്ന ആംഗിളിനെയാണ്, ഒരു ലൈനിലേക്ക് എടുക്കുന്ന ഒരു ആംഗിളിനെയാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നോർത്ത് ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നോർത്ത് മെറീഡിയൻ ഉണ്ട്. ആ ഒരു മെറീഡിയനിൽ നിന്നും ഒരു ലൈൻ PQ എന്ന ഒരു ലൈനിൻ്റെ ബിയറിംഗ് നമുക്ക് എടുക്കണം. അപ്പോൾ തിയോഡലൈറ്റ് വെച്ച് എങ്ങനെയാണ് ഒരു ബിയറിംഗ് നമുക്ക് എടുക്കുന്നതെന്നാണ്, ഒരു ലൈനിൻ്റെ ബിയറിംഗ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ PQ എന്ന ഒരു ലൈനിൻ്റെ ബിയറിംഗ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയോഡലൈറ്റിൻ്റെ കൂടെ എന്ത് ഉണ്ടായിരിക്കണം, ഒരു കോമ്പസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു കോമ്പസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു തിയോഡലൈറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു കോമ്പസിൻ്റെ നീഡിൽ നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നോർത്ത് ഡയറക്ഷൻ കാണിക്കുന്നതാണ്. ആ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെലസ്കോപ്പിനെ 0, 0 സെറ്റ് ചെയ്ത ശേഷം ഇൻസ്ട്രുമെൻറ്റ് ഹൊറിസോണ്ടൽ ആംഗിൾ 0, 0 സെറ്റ് ചെയ്ത് ടെലസ്കോപ്പ് എന്ത് ചെയ്യാം, ആ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് സെറ്റ് ചെയ്യാം. അതായത് നോർത്ത് ഡയറക്ഷൻ കാണിക്കുന്ന ഡയറക്ഷൻ, ആ ഒരു നമ്മുടെ കോമ്പസ് കാണിക്കുന്ന നോർത്ത് ഡയറക്ഷനിലേക്ക് 0, 0 സെറ്റ് ചെയ്ത ശേഷം ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്നു, ആ നോർത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നമുക്ക് ക്ലാമ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ അപ്പർ ക്ലാമ്പ് ലോവർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് നോർത്ത് ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന ആ പൊസിഷനിൽ നിന്നും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, Q എന്ന പോയിന്റിലേക്ക് നോക്കുക. ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എവിടെ നിൽക്കുന്നത്, P എന്ന പോയിന്റിലാണ് ഇൻസ്ട്രുമെൻ്റ് നിൽക്കുന്നത്. ഇൻസ്ട്രുമെൻ്റ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത് P എന്ന പോയിന്റിലാണ്. അപ്പോൾ P എന്ന പോയിന്റിൽ നിന്ന് നോർത്ത് ഡയറക്ഷനിലേക്ക് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, 0 സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് എങ്ങോട്ട് ഒബ്സർവ് ചെയ്യുകയാണ്, Q എന്ന പോയിന്റിലേക്ക് ഒബ്സർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഏത് ആംഗിൾ കിട്ടും, ഇവിടെ ഇങ്ങനൊരു ആംഗിൾ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ NPQ എന്ന ഈ ഒരു ആംഗിളാണ് കിട്ടുന്നത് അല്ലേ. അത് ഏത് ആംഗിളാണ്, നോർത്ത് ഡയറക്ഷനിൽ നിന്നും PQൻ്റെ ഒരു ബിയറിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആംഗിൾ ആയിരിക്കും ആ ലൈനിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബിയറിംഗ് എടുക്കണമെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ, ആ ഒരു തിയോഡലൈറ്റിൻ്റെ കൂടെ ഒരു കോമ്പസും കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ കോമ്പസിൻ്റെ നീഡിൽ കാണിക്കുന്ന ഡയറക്ഷനിലേക്കാണ് നമ്മൾ ടെലസ്കോപ്പ് ആദ്യം 0, 0 സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ലൈനിൻ്റെ ബിയറിംഗ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്.
തിയോഡലൈറ്റ് വെച്ചിട്ടുള്ള അടുത്തൊരു യൂസാണ് മെഷർമെൻറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഡിഫ്ലക്ഷൻ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്ന് നമുക്ക് നോക്കണം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് ആംഗിൾസ് ആയിരുന്നു. ഹൊറിസോണ്ടൽ ആംഗിൾസ് ഒക്കെ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് ആംഗിൾസ് ആയിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ആംഗിൾ എന്താണെന്നും അതുപോലെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഡയറക്റ്റ് ആംഗിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ലൈൻ എടുക്കുകയാണ്. ഇപ്പോൾ പി ക്യു ആൻഡ് ക്യു ആർ എന്ന രണ്ട് ലൈൻ എടുക്കുകയാണെങ്കിൽ പി ക്യു ഒരു പ്രിസീഡിങ് ലൈനാണ്, അതായത് ഒരു പ്രീവിയസ് ലൈനും ക്യു ആർ എന്നതൊരു നെക്സ്റ്റ് ലൈൻ, അതായത് ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള അടുത്ത് വരാനുള്ള ലൈനും ആണെങ്കിൽ ഈ രണ്ട് ലൈനുകൾ തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രിസീഡിങ് ലൈനും ഒരു ഫോളോയിങ് ലൈനും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ, അതായത് പ്രിസീഡിങ് ലൈനായിട്ടുള്ള പി ക്യൂവും ഫോളോയിങ് ലൈനായിട്ടുള്ള ക്യു ആറും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു ആംഗിളിനെയാണ് ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനിയൊരു ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ, ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് വെച്ചാൽ ഒരു ലൈനിൻ്റെ ഒരു ഫോളോയിങ് ലൈനിൻ്റെ ഒരു ആംഗിളാണ്, അതായത് ഫോളോയിങ് ലൈനായിട്ടുള്ള ക്യു ആറിൻ്റെ ഒരു ആംഗിളാണ്. ഏതുമായിട്ട് ഇവിടുത്തെ പ്രൊസീഡിങ് ലൈൻ പി ക്യു എന്ന ലൈന് നമ്മൾ പ്രൊലോങ്ങേറ്റ് ചെയ്യാണ്. പി ക്യു എന്ന ലൈൻ ഞാൻ പ്രൊലോങ്ങേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു അല്ലേ. ഈ നീല ലൈനായിട്ട് ഞാൻ വരച്ചിട്ടുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് പി ക്യുവിൻ്റെ പ്രൊലോങ്ങേഷനാണ്, പ്രൊലോങ്ങേറ്റ് ചെയ്താണ്. അപ്പോൾ ഈ പ്രൊലോങ്ങേറ്റ് ചെയ്ത ഈ ഒരു ലൈനിൽ നിന്നും ഫോളോയിങ് ലൈൻ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഈ പ്രൊലോങ്ങേറ്റ് ചെയ്ത പ്രിസൈഡിങ് ലൈനിനെ പ്രൊലോങ്ങേറ്റ് ചെയ്തപ്പോൾ ആ പ്രൊലോങ്ങേറ്റ് ചെയ്ത ലൈനിൽ നിന്നും ഈ ക്യു ആർ എന്ന ലൈൻ, അതായത് ഫോളോയിങ് ലൈന് എത്രത്തോളം ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്, ആ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ വാല്യൂ സാധാരണ 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ ഒരു ഡിഫ്ലക്ഷൻ ലൈൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് വെച്ച് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു തിയോഡലൈറ്റ് വെച്ച് ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് പി ക്യു ആൻഡ് ക്യു ആർ എന്ന ഈ ലൈനിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിളാണ് ഞാൻ എടുക്കുന്നത്, അതായത് ബ്ലൂ കളറിലുള്ള ഈ ഒരു ആംഗിളാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് ക്യു എന്ന പോയിന്റിലായിരിക്കും. ക്യു എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്യൂവിൽ നിന്നും പിയിലേക്ക് സൈറ്റ് ചെയ്യുന്നു. ക്യൂവിൽ നിന്നും പിയിലേക്ക് സൈറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ക്ലാമ്പിംഗ് സ്ക്രൂവിലും ടൈറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ടെലസ്കോപ്പ് എന്താ ചെയ്യുന്നത്, ട്രാൻസിറ്റ് ചെയ്യുന്നു. ടെലസ്കോപ്പ് നേരെ ട്രാൻസിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് 0 സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിയിലേക്ക് നോക്കിയിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസിറ്റ് ചെയ്തിട്ട് നമ്മൾ ടെലസ്കോപ്പ് ബാക്കിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എന്ത് ചെയ്തു, പ്രൊലോങ്ങേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രൊലോങ്ങേറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടാണ് ടെലസ്കോപ്പ് നിൽക്കുന്നത്. ദെൻ നമ്മുടെ അപ്പർ ക്ലാമ്പിൽ ലൂസൻ ചെയ്തിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറിലേക്ക് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആംഗിൾ കിട്ടും, ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ കിട്ടുന്നതാണ്. അതായത് പിയിൽ നിന്ന് നോക്കി ടെലസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്തു. ഇപ്പോൾ ഇങ്ങോട്ട് നിൽക്കുന്ന ടെലസ്കോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്നും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ആറിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ ഈ ഒരു ആംഗിളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിളായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് വെച്ചിട്ട് ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊലോങ്ങേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്ലഞ്ചിങ് ചെയ്ത് നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ നിന്ന് ആറിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒബ്സർവേഷൻസ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ഒബ്സർവേഷൻസ് എടുത്ത് അതിൻ്റെ മീൻ ആയിട്ടുള്ളൊരു വാല്യൂ, അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ രണ്ട് ഒബ്സർവേഷൻസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കാൻ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിറ്റിംഗ് തിയോഡലൈറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാരണം പ്ലഞ്ചിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി തിയോഡലൈറ്റ് വെച്ചുള്ള അടുത്തൊരു യൂസ് നോക്കാം. പ്രൊലോങ്ങിങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ പ്രൊലോങ് ചെയ്യാം, നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ലെങ്ത്ത് കൂട്ടണം.
അപ്പോൾ ആ ഒരു ലെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു തിയോറൈറ്റ് വെച്ച് എങ്ങനെ നമുക്ക് ആ ഒരു ലൈൻ നമുക്ക് പ്രൊലോങ് ചെയ്യാം, അതാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നോക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനെ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിലൊന്നാണ് ഫോർസൈറ്റ് മെത്തേഡ്, അതുപോലെ ബാക്ക് സൈറ്റ് മെത്തേഡും ഉണ്ട്, ഡബിൾ റിവേഴ്സിങ് മെത്തേഡും ഉണ്ട്. ഇനി ഒരു ഫോർസൈറ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫോർസൈറ്റ് മെത്തേഡിൽ നമുക്ക് ഇപ്പോൾ ഫിഗർ തന്ന പോലെ AB എന്നൊരു ലൈൻ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ AB എന്ന ലൈനിനെ നമുക്ക് പ്രൊലോങ് ചെയ്യണം, നീളം കൂട്ടണം. ഓക്കെ, AB എന്നൊരു ലൈന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ഒരു ലൈനിനെ നമുക്ക് നീളം കൂട്ടി അതിനെ പ്രൊലോങ്ങേറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ആദ്യം A എന്ന പോയിന്റിൽ സെറ്റ് ചെയ്യുന്നു, ലെവൽ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, B എന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള റേഞ്ചിങ് റോഡിലേക്ക് സൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അങ്ങനെ നമ്മൾ സൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കും നമുക്ക് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് പോകുന്നത്. അപ്പോൾ B എന്ന പോയിന്റിലൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയിൻ സർവേയിൽ ചെയ്യുന്ന പോലെ, റേഞ്ചിങ് ചെയ്യുന്ന പോലെ C എന്നൊരു പോയിന്റിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ C എന്ന പോയിന്റിൽ നമുക്ക് ഒരു റേഞ്ചിങ് റോഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു റേഞ്ച് റോഡ് ഫിക്സ് ചെയ്യും. അപ്പോൾ C എന്നൊരു പോയിന്റ് നമുക്ക് ലഭിക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇൻസ്ട്രുമെൻറ്റിനെ ഈ A എന്ന പോയിന്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് B എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. B എന്ന പോയിന്റിൽ വെച്ചിട്ട് അവിടുന്ന് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ലെവലിങ്ങും അതുപോലെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ C എന്ന പോയിന്റിൽ ഇപ്പോൾ ഒരു റേഞ്ചിങ് റോഡ് ഉണ്ട് അല്ലേ. ബിയിൽ നിന്നും സിയിലേക്ക് നമ്മൾ C എന്ന റേഞ്ചിങ് റോഡിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ലൈൻ ഓഫ് സൈറ്റ് കിട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ആ ഒരു ലൈൻ ഓഫ് സൈറ്റിൽ D എന്ന പോയിന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. D എന്ന പോയിന്റിൽ നമ്മളൊരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ലെങ്ത്തിൽ നമുക്ക് ആ ലൈനിനെ പ്രൊലോങ്ങേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഫോർസൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർസൈറ്റ് മെത്തേഡ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. ഇനി പ്രൊലോങ്ങിങ് ഓഫ് ദ ലൈനിൽ അടുത്തൊരു മെത്തേഡ് ബാക്ക് സൈറ്റ് മെത്തേഡാണ്. ബാക്ക് സൈറ്റ് മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തത് എയിലായിരുന്നു, എയിൽ വെച്ചായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഈ ഒരു ബാക്ക് സൈഡ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ആദ്യം സെറ്റ് ചെയ്യുന്നത് B എന്ന പോയിന്റിലാണ്. B എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, B എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് A എന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. B എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തു. എന്നിട്ട് A എന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. A എന്ന പോയിന്റിലെ റേഞ്ച് റോഡിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാമ്പിംഗ് സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലാമ്പിംഗ് സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്തു. ഇപ്പോൾ AB ലൈനിലാണ് ഇപ്പോൾ ടെലസ്കോപ്പ് നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, B എന്ന പോയിന്റിലുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെലസ്കോപ്പ് പ്ലഞ്ച് ചെയ്യുന്നു, ട്രാൻസിറ്റ് ചെയ്യുന്നു, നേരെ ബാക്കിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടെലസ്കോപ്പ്, ഇങ്ങോട്ട് നിൽക്കുന്ന ടെലസ്കോപ്പ് നേരെ ട്രാൻസിറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് നോക്കുന്നു, ബാക്കിലേക്ക് സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ആ ലൈൻ ഓഫ് സൈറ്റ് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ആ ലൈനിൽ C എന്നൊരു പോയിന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഡിസ്റ്റൻസിൽ C എന്നൊരു പോയിന്റിനെ അവിടെ റേഞ്ചിലോട് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് C എന്ന പോയിന്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ബിയിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റ് നേരെ ഷിഫ്റ്റ് ചെയ്യുന്നു, സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നേരത്തെ ചെയ്ത പോലെ സിയിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റിന് ടെലസ്കോപ്പ് ബിയിലെ റേഞ്ച് റോഡിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ എല്ലാ ക്ലാമ്പുകളും ടൈറ്റ് ചെയ്തിട്ട് ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്നു, നേരെ പ്ലഞ്ച് ചെയ്യുന്നു, റിവേഴ്സിങ് ചെയ്യുന്നു, പ്ലഞ്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് നേരെ ബാക്കിലേക്ക് പോയി. എന്നിട്ട് ആ ലൈൻ ഓഫ് സൈറ്റിൽ നമ്മൾ D എന്ന പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ ബാക്ക് സൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് സൈറ്റ് മെത്തേഡിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റിന് വല്ല എറേഴ്സും ഉണ്ടെങ്കിൽ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ എറേഴ്സ് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ട്രാൻസിറ്റ് ചെയ്ത് നമ്മൾ പ്രൊലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ചെരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. C എന്ന പോയിന്റ് C1 ആയിട്ട് മാറും. പിന്നെ ഇവിടുന്ന് ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങോട്ട് ചെരിഞ്ഞ് D1 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ കിട്ടാതെ ചരിഞ്ഞ ലൈനായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ കുറച്ച് നേരത്തെ പറഞ്ഞ ഫോർ സൈറ്റിനേക്കാൾ കുറച്ച് ആക്യുറസി കുറഞ്ഞൊരു മെത്തേഡാണ് ബാക്ക് സൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു
ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു എററിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡബിൾ റിവേഴ്സിങ് മെത്തേഡ്. ഡബിൾ റിവേഴ്സിങ് മെത്തേഡിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റിൽ എറേഴ്സ് ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ രണ്ട് ഫേസിലും, അതായത് ഫേസ് റൈറ്റിലും ഫേസ് ലെഫ്റ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും ലൈന് പോകുന്നുണ്ടായിരിക്കും, അതേപോലെ ഫേസ് ലെഫ്റ്റ് എടുത്താൽ ഇതേപോലെ ഇങ്ങോട്ടും ലൈന് പോകുന്നുണ്ടാവും. C2, D2, E2 എന്നിങ്ങനെ പോകുന്നുണ്ടായിരിക്കും അല്ലേ, E1. അപ്പോൾ രണ്ട് ഫേസിൽ നമുക്ക് ഒബ്സർവേഷൻസ് എടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ രണ്ട് ചരിഞ്ഞ ലൈൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് പോകുന്നതുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, C1, C2 എന്ന ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും C എന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ C എന്ന പോയിന്റ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. C1, C2 നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് C എന്ന പോയിന്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ D1, D2 എന്ന പോയിന്റ്, രണ്ട് പോയിന്റിൻ്റെ ഇടയ്ക്ക് സെൻട്രലായിട്ടായിരിക്കും D എന്ന പോയിന്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ എറർ ഉണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റിൽ എറർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി അഥവാ ഇൻസ്ട്രുമെൻറ്റിൽ എറേഴ്സ് ഇല്ല എങ്കിൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ നമുക്ക് നേരിട്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ എറേഴ്സ് സംഭവിക്കുമ്പോഴാണ്, അഡ്ജസ്റ്റ്മെൻറ്റിൽ എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡബിൾ റിവേഴ്സിങ് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈനെ പ്രൊലോങ്ങേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തിയോഡലൈറ്റ് വെച്ച് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും എടുക്കുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനി തിയോഡലൈറ്റിൻ്റെ വേറൊരു യൂസാണ് മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുക. ഒരു തിയോഡലൈറ്റ് വെച്ച് നമുക്ക് ഒരു ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ബിയറിംഗ്? നമ്മൾ കോമ്പസ് സർവേയിൽ പഠിച്ചിട്ടുള്ളതാണ്. ബിയറിംഗ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് മെറീഡിയനിൽ നിന്ന് എടുക്കുന്ന ആംഗിളിനെയാണ്, ഒരു ലൈനിലേക്ക് എടുക്കുന്ന ഒരു ആംഗിളിനെയാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നോർത്ത് ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നോർത്ത് മെറീഡിയൻ ഉണ്ട്. ആ ഒരു മെറീഡിയനിൽ നിന്നും ഒരു ലൈൻ PQ എന്നൊരു ലൈനിൻ്റെ ബിയറിംഗ് നമുക്ക് എടുക്കണം. അപ്പോൾ തിയോഡലൈറ്റ് വെച്ച് എങ്ങനെയാണ് ഒരു ബിയറിംഗ് നമുക്ക് എടുക്കുന്നതെന്നാണ്, ഒരു ലൈനിൻ്റെ ബിയറിംഗ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ PQ എന്ന ഒരു ലൈനിൻ്റെ ബിയറിംഗ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയോഡലൈറ്റിൻ്റെ കൂടെ എന്ത് ഉണ്ടായിരിക്കണം, ഒരു കോമ്പസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു കോമ്പസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു തിയോഡലൈറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു കോമ്പസിൻ്റെ നീഡിൽ നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നോർത്ത് ഡയറക്ഷൻ കാണിക്കുന്നതാണ്. ആ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെലസ്കോപ്പിനെ 0, 0 സെറ്റ് ചെയ്ത ശേഷം ഇൻസ്ട്രുമെൻറ്റ് ഹൊറിസോണ്ടൽ ആംഗിൾ 0, 0 സെറ്റ് ചെയ്ത് ടെലസ്കോപ്പ് എന്ത് ചെയ്യാം, ആ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് സെറ്റ് ചെയ്യാം. അതായത് നോർത്ത് ഡയറക്ഷൻ കാണിക്കുന്ന ഡയറക്ഷൻ, ആ ഒരു നമ്മുടെ കോമ്പസ് കാണിക്കുന്ന നോർത്ത് ഡയറക്ഷനിലേക്ക് 0, 0 സെറ്റ് ചെയ്ത ശേഷം ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്നു, നോർത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നമുക്ക് ക്ലാമ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ അപ്പർ ക്ലാമ്പ് ലോവർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് നോർത്ത് ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന ആ പൊസിഷനിൽ നിന്നും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, Q എന്ന പോയിന്റിലേക്ക് നോക്കുക. ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എവിടെ നിൽക്കുന്നത്, P എന്ന പോയിന്റിലാണ് ഇൻസ്ട്രുമെൻറ്റ് നിൽക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത് P എന്ന പോയിന്റിലാണ്. അപ്പോൾ P എന്ന പോയിന്റിൽ നിന്ന് നോർത്ത് ഡയറക്ഷനിലേക്ക് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, 0 സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് എങ്ങോട്ട് ഒബ്സർവ് ചെയ്യുകയാണ്, Q എന്ന പോയിന്റിലേക്ക് ഒബ്സർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഏത് ആംഗിൾ കിട്ടും, ഇവിടെ ഇങ്ങനൊരു ആംഗിൾ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ NPQ എന്ന ഈ ഒരു ആംഗിളാണ് കിട്ടുന്നത് അല്ലേ. അത് ഏത് ആംഗിളാണ്, നോർത്ത് ഡയറക്ഷനിൽ നിന്നും PQവിൻ്റെ ഒരു ബിയറിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആംഗിൾ ആയിരിക്കും ആ ലൈനിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബിയറിംഗ് എടുക്കണമെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ, ആ ഒരു തിയോഡലൈറ്റിൻ്റെ കൂടെ ഒരു കോമ്പസും കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ കോമ്പസിൻ്റെ നീഡിൽ കാണിക്കുന്ന ഡയറക്ഷനിലേക്കാണ് നമ്മൾ ടെലസ്കോപ്പ് ആദ്യം 0, 0 സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ലൈനിൻ്റെ ബിയറിംഗ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്.
തിയോഡലൈറ്റ് വെച്ചിട്ടുള്ള അടുത്തൊരു യൂസാണ് മെഷർമെൻറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഡിഫ്ലക്ഷൻ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്ന് നമുക്ക് നോക്കണം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് ആംഗിൾസ് ആയിരുന്നു. ഹൊറിസോണ്ടൽ ആംഗിൾസ് ഒക്കെ എടുത്തിട്ടുള്ളത് ഡയറക്റ്റ് ആംഗിൾസ് ആയിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ആംഗിൾ എന്താണെന്നും അതുപോലെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഡയറക്റ്റ് ആംഗിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ലൈൻ എടുക്കുകയാണ്. ഇപ്പോൾ പി ക്യു ആൻഡ് ക്യു ആർ എന്ന രണ്ട് ലൈൻ എടുക്കുകയാണെങ്കിൽ പി ക്യു ഒരു പ്രിസീഡിങ് ലൈനാണ്, അതായത് ഒരു പ്രീവിയസ് ലൈനും ക്യു ആർ എന്നതൊരു നെക്സ്റ്റ് ലൈൻ, അതായത് ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള അടുത്ത് വരാനുള്ള ലൈനും ആണെങ്കിൽ ഈ രണ്ട് ലൈനുകൾ തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രിസീഡിങ് ലൈനും ഒരു ഫോളോയിങ് ലൈനും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ, അതായത് പ്രിസീഡിങ് ലൈനായിട്ടുള്ള പി ക്യൂവും ഫോളോയിങ് ലൈനായിട്ടുള്ള ക്യു ആറും തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു ആംഗിളിനെയാണ് ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനിയൊരു ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ, ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് വെച്ചാൽ ഒരു ലൈനിൻ്റെ ഒരു ഫോളോയിങ് ലൈനിൻ്റെ ഒരു ആംഗിളാണ്, അതായത് ഫോളോയിങ് ലൈനായിട്ടുള്ള ക്യു ആറിൻ്റെ ഒരു ആംഗിളാണ്. ഏതുമായിട്ട് ഇവിടുത്തെ പ്രിസീഡിങ് ലൈൻ പി ക്യു എന്ന ലൈന് നമ്മൾ പ്രൊലോങ്ങേറ്റ് ചെയ്യാണ്. പി ക്യു എന്ന ലൈൻ ഞാൻ പ്രൊലോങ്ങേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു അല്ലേ. ഈ നീല ലൈനായിട്ട് ഞാൻ വരച്ചിട്ടുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് പി ക്യുവിൻ്റെ പ്രൊലോങ്ങേഷനാണ്, പ്രൊലോങ്ങേറ്റ് ചെയ്താണ്. അപ്പോൾ ഈ പ്രൊലോങ്ങേറ്റ് ചെയ്ത ഈ ഒരു ലൈനിൽ നിന്നും ഫോളോയിങ് ലൈൻ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഈ പ്രൊലോങ്ങേറ്റ് ചെയ്ത പ്രിസൈഡിങ് ലൈനിനെ പ്രൊലോങ്ങേറ്റ് ചെയ്തപ്പോൾ ആ പ്രൊലോങ്ങേറ്റ് ചെയ്ത ലൈനിൽ നിന്നും ഈ ക്യു ആർ എന്ന ലൈൻ, അതായത് ഫോളോയിങ് ലൈന് എത്രത്തോളം ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്, ആ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ വാല്യൂ സാധാരണ 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ ഒരു ഡിഫ്ലക്ഷൻ ലൈൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് വെച്ച് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു തിയോഡലൈറ്റ് വെച്ച് ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് പി ക്യു ആൻഡ് ക്യു ആർ എന്ന ഈ ലൈനിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിളാണ് ഞാൻ എടുക്കുന്നത്. അതായത് ബ്ലൂ കളറിലുള്ള ഈ ഒരു ആംഗിളാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് ക്യു എന്ന പോയിന്റിലായിരിക്കും. ക്യു എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്യൂവിൽ നിന്നും പിയിലേക്ക് സൈറ്റ് ചെയ്യുന്നു. ക്യൂവിൽ നിന്നും പിയിലേക്ക് സൈറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ക്ലാമ്പിംഗ് സ്ക്രൂവിലും ടൈറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ടെലസ്കോപ്പ് എന്താ ചെയ്യുന്നത്, ട്രാൻസിറ്റ് ചെയ്യുന്നു. ടെലസ്കോപ്പ് നേരെ ട്രാൻസിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് 0 സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിയിലേക്ക് നോക്കിയിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസിറ്റ് ചെയ്തിട്ട് നമ്മൾ ടെലസ്കോപ്പ് ബാക്കിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എന്ത് ചെയ്തു, പ്രൊലോങ്ങേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രൊലോങ്ങേറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടാണ് ടെലസ്കോപ്പ് നിൽക്കുന്നത്. ദെൻ നമ്മുടെ അപ്പർ ക്ലാമ്പിൽ ലൂസൻ ചെയ്തിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറിലേക്ക് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആംഗിൾ കിട്ടും, ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ കിട്ടുന്നതാണ്. അതായത് പിയിൽ നിന്ന് നോക്കി ടെലസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്തു. ഇപ്പോൾ ഇങ്ങോട്ട് നിൽക്കുന്ന ടെലസ്കോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്നും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ആറിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ ഈ ഒരു ആംഗിളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിളായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു തിയോഡലൈറ്റ് വെച്ചിട്ട് ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊലോങ്ങേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്ലഞ്ചിങ് ചെയ്ത് നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ നിന്ന് ആറിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒബ്സർവേഷൻസും എടുക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ഒബ്സർവേഷൻസ് എടുത്ത് അതിൻ്റെ മീൻ ആയിട്ടുള്ളൊരു വാല്യൂ, അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ രണ്ട് ഒബ്സർവേഷൻസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എടുക്കാൻ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിറ്റിംഗ് തിയോഡലൈറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാരണം പ്ലഞ്ചിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി തിയോഡലൈറ്റ് വെച്ചുള്ള അടുത്തൊരു യൂസ് നോക്കാം. പ്രൊലോങ്ങിങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ പ്രൊലോങ് ചെയ്യാം, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ലെങ്ത്ത് കൂട്ടണം.
അപ്പോൾ ആ ഒരു ലെങ്ത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു തിയോറൈറ്റ് വെച്ച് എങ്ങനെ നമുക്ക് ആ ഒരു ലൈൻ നമുക്ക് പ്രൊലോങ് ചെയ്യാം, അതാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നോക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനെ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിലൊന്നാണ് ഫോർസൈറ്റ് മെത്തേഡ്, അതേപോലെ ബാക്ക് സൈറ്റ് മെത്തേഡുണ്ട്, ഡബിൾ റിവേഴ്സിങ് മെത്തേഡും ഉണ്ട്. ഇനി ഒരു ഫോർസൈറ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫോർസൈറ്റ് മെത്തേഡിൽ നമുക്ക് ഇപ്പോൾ ഫിഗർ തന്ന പോലെ എ ബി എന്നൊരു ലൈൻ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ എ ബി എന്ന ലൈനിനെ നമുക്ക് പ്രൊലോങ് ചെയ്യണം, നീളം കൂട്ടണം. ഓക്കെ, എ ബി എന്നൊരു ലൈന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ഒരു ലൈനിനെ നമുക്ക് നീളം കൂട്ടി അതിനെ പ്രൊലോങ്ങേറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ആദ്യം എ എന്ന പോയിന്റിൽ സെറ്റ് ചെയ്യുന്നു, ലെവൽ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബി എന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള റേഞ്ചിങ് റോഡിലേക്ക് സൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അങ്ങനെ നമ്മൾ സൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനായിരിക്കും നമുക്ക് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് പോകുന്നത്. അപ്പോൾ ബി എന്ന പോയിന്റിലൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയിൻ സർവേയിൽ ചെയ്യുന്ന പോലെ, റേഞ്ചിങ് ചെയ്യുന്ന പോലെ സി എന്നൊരു പോയിന്റിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ സി എന്ന പോയിന്റിൽ നമുക്ക് ഒരു റേഞ്ചിങ് റോഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു റേഞ്ച് റോഡ് ഫിക്സ് ചെയ്യും. അപ്പോൾ സി എന്നൊരു പോയിന്റ് നമുക്ക് ലഭിക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റിനെ ഈ എ എന്ന പോയിന്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ബി എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. ബി എന്ന പോയിന്റിൽ വെച്ചിട്ട് അവിടുന്ന് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ലെവലിങ്ങും അതുപോലെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പോൾ സി എന്ന പോയിന്റിൽ ഇപ്പോൾ ഒരു റേഞ്ചിങ് റോഡ് ഉണ്ട് അല്ലേ. ബിയിൽ നിന്നും സിയിലേക്ക് നമ്മൾ സി എന്ന റേഞ്ചിങ് റോഡിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ലൈൻ ഓഫ് സൈറ്റ് കിട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ഒരു ലൈൻ ഓഫ് സൈറ്റിൽ ഡി എന്ന പോയിന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. ഡി എന്ന പോയിന്റിൽ നമ്മളൊരു റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ലെങ്ത്തിൽ നമുക്ക് ആ ലൈനിനെ പ്രൊലോങ്ങേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഫോർസൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർസൈറ്റ് മെത്തേഡ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. ഇനി പ്രൊലോങ്ങിങ് ഓഫ് ദ ലൈനിൽ അടുത്തൊരു മെത്തേഡ് ബാക്ക് സൈറ്റ് മെത്തേഡാണ്. ബാക്ക് സൈറ്റ് മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തത് എയിൽ വെച്ചായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഈ ഒരു ബാക്ക് സൈഡ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ആദ്യം സെറ്റ് ചെയ്യുന്നത് ബി എന്ന പോയിന്റിലാണ്. ബി എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ബി എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തിട്ട് എ എന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. ബി എന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തു. എന്നിട്ട് എ എന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. എ എന്ന പോയിന്റിലെ റേഞ്ച് റോഡിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാമ്പിംഗ് സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലാമ്പിംഗ് സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്തു. ഇപ്പോൾ എ ബി ലൈനിലാണ് ഇപ്പോൾ ടെലസ്കോപ്പ് നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ബി എന്ന പോയിന്റിലുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെലസ്കോപ്പ് പ്ലഞ്ച് ചെയ്യുന്നു, ട്രാൻസിറ്റ് ചെയ്യുന്നു, നേരെ ബാക്കിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടെലസ്കോപ്പ്, ഇങ്ങോട്ട് നിൽക്കുന്ന ടെലസ്കോപ്പ് നേരെ ട്രാൻസിറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് നോക്കുന്നു, ബാക്കിലേക്ക് സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ആ ലൈൻ ഓഫ് സൈറ്റ് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ലൈനിൽ സി എന്നൊരു പോയിന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഡിസ്റ്റൻസിൽ സി എന്നൊരു പോയിന്റിനെ അവിടെ റേഞ്ചിലോട് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് സി എന്ന പോയിന്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ബിയിൽ നിന്നും ഇൻസ്ട്രുമെൻ്റ് നേരെ ഷിഫ്റ്റ് ചെയ്യുന്നു, സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ സിയിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റിന് ടെലസ്കോപ്പ് ബിയിലെ റേഞ്ച് റോഡിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ എല്ലാ ക്ലാമ്പുകളും ടൈറ്റ് ചെയ്തിട്ട് ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്നു, നേരെ പ്ലഞ്ച് ചെയ്യുന്നു, റിവേഴ്സിങ് ചെയ്യുന്നു, പ്ലഞ്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് നേരെ ബാക്കിലേക്ക് പോയി. എന്നിട്ട് ആ ലൈൻ ഓഫ് സൈറ്റിൽ നമ്മൾ ഡി എന്ന പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ ബാക്ക് സൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് സൈറ്റ് മെത്തേഡിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് വല്ല എറേഴ്സും ഉണ്ടെങ്കിൽ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ എറേഴ്സ് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്രാൻസിറ്റ് ചെയ്ത് നമ്മൾ പ്രൊലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സി എന്ന പോയിന്റ് C1 ആയിട്ട് മാറും. പിന്നെ ഇവിടുന്ന് ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങോട്ട് ചെരിഞ്ഞ് D1 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ കിട്ടാതെ ചരിഞ്ഞ ലൈനായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ കുറച്ച് നേരത്തെ പറഞ്ഞ ഫോർ സൈറ്റിനേക്കാൾ കുറച്ച് ആക്യുറസി കുറഞ്ഞൊരു മെത്തേഡാണ് ബാക്ക് സൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു
ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു എററിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡബിൾ റിവേഴ്സിങ് മെത്തേഡ്. ഡബിൾ റിവേഴ്സിങ് മെത്തേഡിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റിൽ എറേഴ്സും ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ഫേസിലും, അതായത് ഫേസ് റൈറ്റിലും ഫേസ് ലെഫ്റ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും ലൈന് പോകുന്നുണ്ടായിരിക്കും, അതേപോലെ ഫേസ് ലെഫ്റ്റ് എടുത്താൽ ഇതേപോലെ ഇങ്ങോട്ടും ലൈന് പോകുന്നുണ്ടാവും. C2, D2, E2 എന്നിങ്ങനെ പോകുന്നുണ്ടായിരിക്കും അല്ലേ, E1. അപ്പോൾ രണ്ട് ഫേസിൽ നമുക്ക് ഒബ്സർവേഷൻസ് എടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ രണ്ട് ചരിഞ്ഞ ലൈൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് പോകുന്നതുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, C1, C2 എന്ന ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും C എന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ C എന്ന പോയിന്റ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. C1, C2 നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് C എന്ന പോയിന്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ D1, D2 എന്ന പോയിന്റ്, രണ്ട് പോയിന്റിൻ്റെ ഇടയ്ക്ക് സെൻട്രലായിട്ടായിരിക്കും D എന്ന പോയിന്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ എറർ ഉണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റിൽ എറർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി അഥവാ ഇൻസ്ട്രുമെൻറ്റിൽ എറേഴ്സ് ഇല്ല എങ്കിൽ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ നമുക്ക് നേരിട്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ എറേഴ്സ് സംഭവിക്കുമ്പോഴാണ്, അഡ്ജസ്റ്റ്മെൻറ്റിൽ എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡബിൾ റിവേഴ്സിങ് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈനെ പ്രൊലോങ്ങേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തിയോഡലൈറ്റ് വെച്ച് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും എടുക്കുന്നത് നിങ്ങൾ പഠിച്ചു. ഇനി തിയോഡലൈറ്റിൻ്റെ വേറൊരു യൂസാണ് മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുക. ഒരു തിയോഡലൈറ്റ് വെച്ച് നമുക്ക് ഒരു ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തിയോഡലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ബിയറിംഗ്? നമ്മൾ കോമ്പസ് സർവേയിൽ പഠിച്ചിട്ടുള്ളതാണ്. ബിയറിംഗ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് മെറീഡിയനിൽ നിന്ന് എടുക്കുന്ന ആംഗിളിനെയാണ്, ഒരു ലൈനിലേക്ക് എടുക്കുന്ന ഒരു ആംഗിളിനെയാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നോർത്ത് ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നോർത്ത് മെറീഡിയൻ ഉണ്ട്. ആ ഒരു മെറീഡിയനിൽ നിന്നും ഒരു ലൈൻ PQ എന്നൊരു ലൈനിൻ്റെ ബിയറിംഗ് നമുക്ക് എടുക്കണം. അപ്പോൾ തിയോഡലൈറ്റ് വെച്ച് എങ്ങനെയാണ് ഒരു ബിയറിംഗ് നമുക്ക് എടുക്കുന്നതെന്നാണ്, ഒരു ലൈനിൻ്റെ ബിയറിംഗ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ PQ എന്ന ലൈനിൻ്റെ ബിയറിംഗ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയോഡലൈറ്റിൻ്റെ കൂടെ എന്ത് ഉണ്ടായിരിക്കണം, ഒരു കോമ്പസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു കോമ്പസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു തിയോഡലൈറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു കോമ്പസിൻ്റെ നീഡിൽ നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നോർത്ത് ഡയറക്ഷൻ കാണിക്കുന്നതാണ്. ആ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെലസ്കോപ്പിനെ 0, 0 സെറ്റ് ചെയ്ത ശേഷം ഇൻസ്ട്രുമെൻറ്റ് ഹൊറിസോണ്ടൽ ആംഗിൾ 0, 0 സെറ്റ് ചെയ്ത് ടെലസ്കോപ്പ് എന്ത് ചെയ്യാം, ആ ഒരു നോർത്ത് ഡയറക്ഷനിലേക്ക് സെറ്റ് ചെയ്യാം. അതായത് നോർത്ത് ഡയറക്ഷൻ കാണിക്കുന്ന ഡയറക്ഷൻ, ആ ഒരു നമ്മുടെ കോമ്പസ് കാണിക്കുന്ന നോർത്ത് ഡയറക്ഷനിലേക്ക് 0, 0 സെറ്റ് ചെയ്ത ശേഷം